ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ഫ്ലവർ ബഞ്ച് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതാ ഈ കാണുന്നത് ഫിനിഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനപ്പോൾ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ലീവ്സാണ് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഷെയ്ഡ് യൂസ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സിംഗിൾ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സാരി വർക്ക് ചെയ്യാമെന്ന്. അതായത് ലീഫിൻ്റെ കളറ് സിംഗിൾ കളറ് വേണമെന്നുണ്ടെങ്കിൽ 2 കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ 1-2 ലീവ്സ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കു ഷെയ്ഡ് വരുന്നൊരു സാരിയാണിത്. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കളർ വർക്ക് ചെയ്താലും കാണാനായിട്ട് ഭംഗിയായിരിക്കും. എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലൂ ഷെയ്ഡ് യൂസ് ചെയ്തു. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മെറൂൺ ഷെയ്ഡ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് പിങ്ക് കളർ, ലാവൻഡർ കളർ, ഏത് കളറും മാച്ച് ആവുന്നൊരു ഷെയ്ഡാണ് ഈ ചിക്കു ഷെയ്ഡ്. ബ്ലൂ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്ലൂവിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം കേട്ടോ. ഇതാ ഈ കാണുന്ന ഡിസൈനാണ് ഞാൻ ഇതിൽ വരച്ചിരിക്കുന്നത്. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ. അല്ലാതെ വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ നോക്കിയിട്ട് വരച്ചെടുക്കാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം വേണം ഇതേപോലെ പിക്ചേഴ്സ് വരച്ച് നോക്കാനായിട്ട്. ഒത്തിരി പേര് പിക്ചർ ചോദിച്ചിട്ട് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണുന്ന മെസ്സേജസിനെല്ലാം റിപ്ലൈ ഇടാറുണ്ട്. ഇനി നമുക്ക് ഈ പിക്ചർ എങ്ങനെയാണ് ഈ സാരിയിൽ വരയ്ക്കുന്നതെന്ന് നോക്കാം. എല്ലാ വീഡിയോയിലും ഞാൻ പിക്ചർ വരയ്ക്കുന്നത് കാണിക്കാറുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോയിലും പിക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പിക്ചർ വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു HB പെൻസിൽ എടുത്തിട്ടുണ്ട്. ലൈറ്റ് കളർ സാരി ആയതുകൊണ്ട് പെൻസിൽ നീങ്ങി പോവാതെ കെയർഫുള്ളായിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പേപ്പർ വെയിറ്റ് ഈ സാരിയുടെ മുകളിൽ വെക്കുക. എപ്പോഴും, അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ വെക്കാറുള്ളത് നമ്മുടെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് സാരിയുടെ സൈഡിൽ വെക്കുവാണെങ്കിൽ നീങ്ങിപ്പോവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെയൊക്കെ വെക്കുക. അല്ലെങ്കിൽ നോർമൽ പേപ്പർ വെയിറ്റോ പെർഫ്യൂം ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് പിക്ചേഴ്സ് തെന്നി പോവാത്ത രീതിയിൽ വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ പിക്ചർ വരയ്ക്കാനായിട്ട്. ലൈറ്റ് ഷെയ്ഡ് സാരി വരയ്ക്കുമ്പോൾ എപ്പോഴും കെയർഫുള്ളാവുക. എന്താണെന്ന് വെച്ചാൽ പെൻസിലിൻ്റെ മാർക്ക് വേറെ ഏതെങ്കിലും ഭാഗത്ത് വരുവാണെങ്കിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ടൊരു അഭംഗി ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് പിക്ചർ വരയ്ക്കുക കേട്ടോ. പിക്ചർ വരയ്ക്കുമ്പോൾ ഒത്തിരി പ്രസ് ചെയ്ത് വരയ്ക്കണം എന്നൊന്നുമില്ല, നല്ല വിസിബിളായിട്ടിരിക്കും. പ്രത്യേകിച്ച് HB പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്ട്രോക്കിൽ തന്നെ നല്ല കറക്റ്റായിട്ട് കളർ കിട്ടും. അതായത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള പിക്ചറാണ്. നെക്സ്റ്റ് ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്ന കളേഴ്സ് കാണിക്കാം. അതാ ഫസ്റ്റ് വരുന്നത് 0530. അതുപോലെ അതിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് കേട്ടോ. 0529 ആ കളർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. 0167. നിങ്ങൾ ഡൗട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഗ്രീൻ കളറ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് 0256. 256 ആണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 0256 ആണ്. ഫ്ലവർ പെറ്റിൽ ചെയ്യാനായിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഈ കാണുന്ന പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 3-4 സ്റ്റിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പെറ്റലിൻ്റെയും മിഡിലിൽ ചെറിയൊരു പോർഷൻ ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ കെയർഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവറിന് ഡബിൾ ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഉള്ളിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ആ ഉള്ളിൽ കുറച്ച് പോർഷൻ ബ്ലാങ്ക് ആക്കി വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഞാൻ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നോർമലി നമ്മൾ എടുക്കുന്നത് പോലെ 3 strands എടുത്തിട്ട് അത് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് മടക്കിയിട്ട് ടൈ ചെയ്യുമ്പോൾ 6 strands ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാനും ഈസിയാണ്. അങ്ങനെയാണ് ഞാൻ 6 strands എടുത്തിരിക്കുന്നത്. ഒത്തിരി പേര് മെസ്സേജ് ഇട്ടും വിളിച്ചും ചോദിക്കുന്ന ഡൗട്ടാണ് എത്ര സ്ട്രാൻഡ്സ് എടുത്താലാണ് ഭംഗിയെന്ന്. 3 strands എടുത്ത് ചെയ്താലും ഭംഗിയാണ്. പക്ഷേ 6 strands എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്ലവറിന് കുറച്ചുകൂടി ഒരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് 6 strands എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാരിയിൽ ഒരു ഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും.
അതല്ല നന്നായിട്ട് പതിഞ്ഞിരിക്കുന്ന പോലത്തെ ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 3 strands എടുത്തിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ചുകൂടി അടുത്തടുത്തായിട്ട് ഓരോ സ്റ്റിച്ചും ചെയ്യേണ്ടി വരും. ഈ കാണുന്നത് ഫിനിഷ് ആയിട്ടുള്ളൊരു ഫ്ലവർ പെറ്റലാണ് കേട്ടോ. അപ്പം ഇതിൽ ഫ്ലവേഴ്സിൻ്റെ ചുറ്റിലും വരുന്ന പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിച്ചും ഒരേ ലെവലിൽ ലെങ്ത്ത് വരണം എന്നില്ല, ചെറുതും വലുതുമായിട്ട്, അതായത് ലോങ് ആൻഡ് ഷോർട്ട് ആ ഒരു ഇതിൽ നമുക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് കുറച്ച് ചെറുതാക്കി ചെയ്തു, സെക്കൻഡ് വൺ കുറച്ചുകൂടി ലോങ് ആയിട്ട് ചെയ്തു. അപ്പോൾ ആ ബ്ലാങ്ക് സ്പേസ് ഫില്ലാവുന്ന രീതിയിൽ ഓരോ പെറ്റലിൻ്റെയും ഇടയ്ക്ക് വേണം ഈ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാരിയോ ചുരിദാറോ അതിൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് ഈ കളേഴ്സിലെല്ലാം ഡിഫറൻസ് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഗോൾഡൻ കളറും വൈറ്റ് അതൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭംഗിയായിരിക്കും. അതേപോലെ റെഡ് കളർ, മെറൂൺ, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്താലും കാണാനായിട്ട് ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേപോലെ സെക്കൻഡ് ഒരു കളർ കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു മിഡിൽ പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ 6 strands ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നോർമലി ഓരോ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ 6 strands ത്രെഡ് ഒരു ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്താൽ നെക്സ്റ്റ് അതിലേത് പാർട്ട് വരുവാണെങ്കിലും ഞാൻ 6 strands തന്നെ യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ഒരു യുണീക്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, സൈസിലും എല്ലാത്തിലും ഒരു യുണീക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ 6 strands യൂസ് ചെയ്യുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലാതെ മിക്സ് ചെയ്തിട്ട് 6 strandsഉം 3 strandsഉം അങ്ങനെ ഇടകലർത്തി ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെറ്റ് കോട്ട സാരിയും ഇതേപോലത്തെ വർക്ക് ചെയ്യാണ്ട് വളരെ നല്ലതാണ്. അതുപോലെ ഈ സെയിം വർക്ക് സിൽക്കി കോട്ട സാരിയിലും ചെയ്താലും ഭംഗിയാണ് കേട്ടോ. ഞാനൊരു ഗ്രേപ്പ് കളർ വരുന്ന ഒരു സിൽക്കി കോട്ട സാരി ബ്ലൂ ഫ്ലവേഴ്സ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും കാണാനായിട്ട് ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നു. പിന്നെ അതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് സ്പേസ് ഒന്നും വിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഓരോ ഫ്ലവർ പെറ്റലും ഫില്ല് ചെയ്താണ് വർക്ക് ചെയ്തത്. ഈ ഫ്ലവർ ഡിസൈൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ലീഫ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്ലൈ സ്റ്റിച്ചാണ്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. ലീഫ് ചെയ്യാനായിട്ട് 6 strands ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ത്രെഡിൻ്റെ നമ്പർ വരുന്നത് 0256. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 6 or 7 സ്റ്റിച്ചസ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ മാക്സിമം സ്ലോ ആയിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാതെ കാണിക്കുന്നതും നിങ്ങൾക്കതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഒത്തിരി ലെങ്ത്തായിട്ട് ത്രെഡ് എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ത്രെഡ് കെട്ടിപ്പിടിക്കാതെ നോക്കുക. അതുപോലെ തന്നെ എല്ലാ ത്രെഡും കറക്റ്റായിട്ട് വലിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 1 or 2 ത്രെഡ് കറക്റ്റായിട്ട് വരാതെ അവിടെ ഇവിടെ പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് ത്രെഡ് വലിച്ചിട്ട് എല്ലാം കറക്റ്റാണോ എന്ന് ലെവൽ ചെയ്തൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുക. ഈ ലീഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു ലീഫ് അതായത് മാക്സിമം ഒരു 6 or 7 സ്റ്റിച്ചസ് അത്രയും ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ലീഫ് ചെയ്യുമ്പോഴും അതൊന്നും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ലീഫിൻ്റെ സൈസ് യുണീക്കായിട്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചില ലീഫ് വലുതും ചിലത് ചെറുതുമായിട്ട് വരുമ്പോൾ നമ്മുടെ ഡിസൈൻ കാണാൻ അത്ര ഭംഗി ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ലീഫിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചും അതുപോലെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ കാണാനും ഭംഗിയാണ്. ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് ചെയിൻ സ്റ്റിച്ചിനെക്കാളും കുറച്ചുകൂടി കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിരിക്കുന്നത് ഇതുപോലെ സ്റ്റെം സ്റ്റിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വീഡിയോയിലെല്ലാം ഈ സ്റ്റെം സ്റ്റിച്ച് തന്നെ കൊടുക്കുന്നത്. ലീഫ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഡബിൾ ഷെയ്ഡിൻ്റെ ത്രെഡ് കിട്ടും. അതേപോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള ത്രെഡും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ലീഫ് ലൈറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് ലീഫ് കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാം.
ഇപ്പോൾ ഈ ഡിസൈനിൽ ഒത്തിരി ഗ്രീൻ കളർ വരുന്നില്ല. ഞാനപ്പോൾ ആദ്യം ഡിസൈൻ കിട്ടുമ്പോൾ ഇങ്ങനെ നോക്കും. ഒത്തിരി ഗ്രീൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. ഇതിൽ കുറച്ച് ഇലകളും സ്റ്റെമ്മും മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സിംഗിൾ കളറ് ഗ്രീൻ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒരു കളർ മാത്രമേ യൂസ് ചെയ്തത്. ഇടയ്ക്ക് 1-2 ലീഫ് ഞാൻ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡിട്ട് നോക്കിയായിരുന്നു. എപ്പോഴും ഷെയ്ഡ്സ് വരുമ്പോൾ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സിംഗിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണാനുള്ളൊരു ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ലീഫിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതും 6 strands ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 times ആണ് ടേൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലവറിൻ്റെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ മിഡിലിൽ എത്ര ഫ്രഞ്ച് നോട്ട് കൊടുക്കണം എന്ന് നോക്കുക. വലിയ ഫ്ലവർ ആണെങ്കിൽ ഒരു 4 ഫ്രഞ്ച് നോട്ടും, ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഒരു 3 ഫ്രഞ്ച് നോട്ടും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണെന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണെങ്കിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നതിൽ ഒരു ആൻറ്റി എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നത്, ഡിസൈൻ ചെയ്തു, സാരി വർക്ക് ചെയ്ത് നോക്കി, അപ്പം ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് റോങ് സൈഡിലാണ് ചെയ്തതെന്ന്. പിന്നെ അത് അഴിച്ചിട്ട് രണ്ടാമത്തെ ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി സമയം എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഓരോ വർക്ക് ചെയ്യുമ്പോഴും എത്ര കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്, എത്ര സമയം എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ചെയ്ത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇത് ഫിനിഷ് ചെയ്ത് കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ ടൈ ചെയ്യുന്നതും കൂടി ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം. ഓരോ ഫ്ലവറിൻ്റെയും മിഡിൽ പോർഷൻ ചെയ്തിട്ട് നമ്മൾ ടൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന ഓരോ ഫ്ലവേഴ്സും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്ത് പോവാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടുത്തത് ചെയ്യാം കേട്ടോ. ഈ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഒരു കളറ് എനിക്ക് വേണ്ടി ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളറ് സെലക്ട് ചെയ്തത്. ഒത്തിരി നാളായി വിചാരിക്കുന്നു ഇതേപോലെ ഒരു ചിക്കു ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സുള്ളൊരു സാരി വേണമെന്ന്. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തു തുടങ്ങിയത്. നെക്സ്റ്റ് ഇതിലൊരു ബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. ബഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അതായത് ഒരു 4 സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഒരു ബഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ, ഇതേപോലെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റിച്ച്. ഇനി 3rd and 4th സ്റ്റിച്ച് ചെയ്യുന്നതോടെ നമ്മുടെ ഒരു ബഡ് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് അതിൻ്റെ കണക്ഷനായിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു സ്റ്റെമ്മും ഫ്ലവറും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ഒരു ബഡ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ നെക്സ്റ്റ് ബഡ് വരുന്നത് വളരെ നിയറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് നെക്സ്റ്റ് ബഡിലേക്ക് പോവാം. കണ്ടോ, ഇതുപോലെ തൊട്ടടുത്ത് വരുന്ന ഡിസൈനൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൺലി 4 സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ബഡ് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് 4 സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ബഡ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. എന്ത് ഫാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയേ. അതേപോലെ തന്നെ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ഈ ബഡ് ചെയ്യാം കേട്ടോ. പക്ഷെ അപ്പോൾ ഒത്തിരി തവണ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഫ്ലവർ ബഞ്ചസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെറിയ ബഡ്സ് കൂടി ചെയ്താലേ കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അപ്പോൾ ബഡ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ കളർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 കളർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ലൈറ്റ് വരുന്ന വിധത്തിലൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് 2 ബഡ് ചെയ്തതിന് ശേഷം അതും ബാക്ക് സൈഡിൽ ടൈ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ടൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കണ്ടോളൂ. ഇതെല്ലാം ഒത്തിരി പേര് ചോദിക്കുന്ന ഡൗട്ടാണ് കേട്ടോ, എങ്ങനെയാണ് നമ്മൾ ടൈ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ഈ ബഡും അതേപോലെ ഈ ഫ്ലവറും തമ്മിൽ സ്റ്റെം യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫ്ലൈ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ബഡിനെ ഫിനിഷ് ചെയ്യാം. അതിനുശേഷം സ്റ്റെം യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവറിലേക്ക് ഇതിനൊരു കണക്ഷൻ കൊടുക്കും. കണ്ടോ, അതിനുശേഷം നമ്മൾ ടൈ ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സ്റ്റെമ്മിലേക്ക് ഡയറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കോളൂ.
ഈ വീഡിയോ ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്യണമെന്ന്. പിന്നെ രാത്രി ആയപ്പോൾ വിചാരിച്ചു ഫ്ലവർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും ചെയ്യാം. രാവിലെ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ ഉച്ചയായിട്ടോ. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതാ ഈവനിങ് ആയി. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നി കേട്ടോ. അതുപോലെ ഞാനൊരു എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ പോലെ വരുന്നൊരു സാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാരിയിൽ നല്ലൊരു വർക്ക് ചെയ്യണമെന്നുണ്ട്. ഈ ഡിസൈൻ കണ്ടപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനോർത്ത് ഇതും കുറച്ച് ബീഡ്സും കൂടിയൊക്കെ വർക്ക് ചെയ്തിട്ട് ചെയ്താലോ എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നെക്സ്റ്റ് പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ ഡിസൈൻ ഒന്ന് ഫിനിഷ് ചെയ്ത് കാണിക്കാം. ഇതാ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാ ഒരു ലീഫ് കണ്ടോ, കുറച്ച് ലൈറ്റ് ഷെയ്ഡ്. ഞാനപ്പോൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടൊന്ന് ഒരു ലീഫ് ചെയ്താൽ, പക്ഷേ കുറച്ച് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി ലീവ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സെയിം ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന്. കണ്ടോ, ഇതിൽ യൂസ് ചെയ്ത ത്രെഡുകളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സാരി വർക്ക് ചെയ്യുമ്പോൾ ആ സാരിയും കൊണ്ട് ഷോപ്പിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന ത്രെഡ് എടുത്തിട്ട് സാരിയുടെ മുകളിൽ വെച്ച് നോക്കുക. 1-2 ത്രെഡ് വെച്ച് നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി പേര് എനിക്ക് പുതുതായിട്ട് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന കുറേ ഫ്രണ്ട്സ്, ചേച്ചിമാർ, ആൻറ്റിമാരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ മെസ്സേജായിട്ട് അറിയിക്കുക. ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.